പ്രവാസി മലയാളിയിലേക്ക് പ്രിയ പ്രവാസികൾക്ക് സ്വാഗതം. റിയാദിലെ താമസ മേഖലകളിൽ വാഹന പാർക്കിംഗുമായി ബന്ധപ്പെട്ട മാറ്റങ്ങൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ദുബായിലും ചില മാറ്റങ്ങൾ വരുന്നുണ്ട്. അതിലേക്ക് തന്നെ നമുക്ക് പോകാം. റിയാദിലെ താമസ മേഖലകളിൽ വാഹന പാർക്കിംഗ് നിയന്ത്രിക്കുന്നതിനുള്ള പുതിയ സംവിധാനം ഇന്ന് ശനിയാഴ്ച മുതൽ നിലവിൽ വരും. റിയാദ് പാർക്കിംഗ് ആപ്പ് സംവിധാനത്തിലൂടെയാണ് താമസക്കാർക്കും സന്ദർശകർക്കും വാഹനം പാർക്ക് ചെയ്യുന്നതിന് ഫീസ് ഇല്ലാത്ത പെർമിറ്റ് നൽകുന്നത്. പ്രദേശത്തെ വാഹന തിരക്ക് കുറയ്ക്കുന്നതിനും പ്രധാന റോഡുകളിൽ നിന്ന് വാഹനങ്ങൾ താമസ കേന്ദ്രങ്ങളിലേക്ക് പാർക്കിങ്ങിനായി കൊണ്ടുചെല്ലുന്നത് ഒഴിവാക്കുന്നതിനുമാണ് പുതിയ സംവിധാനം നിലവിൽ വരുത്തിയിരിക്കുന്നത്. അൽ വുറൂദ് റെസിഡൻഷ്യൽ പ്രദേശത്താണ് പുതിയ ക്രമീകരണത്തിന് തുടക്കമിട്ടത്. നിലവിലെ പെയ്ഡ് പാർക്കിംഗ് സോണുകൾക്ക് സമീപ പ്രദേശങ്ങളിലേക്കും ഈ പദ്ധതി ഇനി മുതൽ വ്യാപിപ്പിക്കും. ഇന്നു മുതൽ പ്രിൻസ് മൊസാദ് ബിൻ ജലവി റോഡിൽ കിങ് അബ്ദുൽ അസീസ് റോഡിനും മക്ക അൽ മുക്കറമ റോഡിനും ഇടയിലുള്ള രണ്ട് ദിശകളിലുമുള്ള പെയ്ഡ് പാർക്കിംഗ് പ്രാബല്യത്തിൽ വരും. കിങ് അബ്ദുൽ അസീസ് റോഡ് മുതൽ പ്രിൻസ് മലാസ് ബിൻ ജലാവി റോഡ് ഇന്റർസെക്ഷൻ വരെയുള്ള മക്ക റോഡിലും ഇന്നു മുതൽ പണമടച്ചുള്ള പാർക്കിംഗ് നിർബന്ധമാണ്. ദേശീയ നഫാത്ത് പ്ലാറ്റ്ഫോമുമായി ബന്ധിപ്പിച്ചിട്ടുള്ള റിയാദ് പാർക്കിംഗ് ആപ്പ് മുഖാന്തരം താമസക്കാർക്ക് പാർക്കിങ്ങിന് പണം ഒടുക്കുന്നതിന് സാധിക്കും. പാർക്കിംഗ് നിയന്ത്രണങ്ങൾ പാലിക്കുന്നത് ശ്രദ്ധിക്കുന്നതിനും നിരീക്ഷിക്കുന്നതിനും ക്യാമറകൾ ഘടിപ്പിച്ച മോണിറ്ററിംഗ് വാഹനങ്ങളും ഈ പ്രദേശങ്ങളിൽ സേവനത്തിനുണ്ട്. അൽ വുറുദ്, അൽ റഹ്മാനിയ, വെസ്റ്റേൺ അൽ ഒലയ, അൽ മുർഗുജ്, കിങ് ഫഹദ്, അൽ സുലൈമാനിയ എന്നിവയുൾപ്പെടെ 12 ജില്ലകളിലും 4 തെക്കൻ ജില്ലകളിലും ഈ ഘട്ടത്തിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. റിയാദിൽ ഉടനീളമുള്ള 1,40,000-ലധികം പണമടയ്ക്കാത്ത റെസിഡൻഷ്യൽ പാർക്കിംഗ് ഇടങ്ങളും 24,000 പണമടച്ചുള്ള പാർക്കിംഗ് ഇടങ്ങളും നിയന്ത്രിക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത്. കൂലിപ്പട്ടാളക്കാരുമായി പോയ ഇമറാത്തി വിമാനം വെടിവെച്ചിട്ടെന്ന സുഡാന്റെ അവകാശവാദം തള്ളി UAE. കൊളംബിയയിൽ നിന്നുള്ള പട്ടാളക്കാരുമായി സഞ്ചരിച്ച വിമാനം തകർത്തെന്നും 40 പേർ മരിച്ചെന്നുമാണ് സുഡാൻ സൈന്യം അറിയിച്ചത്. കുറച്ചു നാളുകളായി സുഡാൻ തുടരുന്ന വ്യാജ പ്രചാരണങ്ങളുടെ ഭാഗമായാണ് വിമാനം തകർക്കൽ കഥയെന്നും UAE പ്രതികരിച്ചു. സുഡാനിൽ ആഭ്യന്തര കലഹം നടക്കുന്ന ദർഫർ മേഖലയിലാണ് വിമാനം തകർന്നത് എന്നാണ് അവകാശവാദം. ഇതിനിടെ സുഡാന്റെ വിമാനങ്ങൾക്ക് UAE വിമാനത്താവളങ്ങളിൽ വിലക്ക് ഏർപ്പെടുത്തിയതായി സുഡാൻ സിവിൽ ഏവിയേഷൻ ഉദ്ധരിച്ച സുഡാൻ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. എന്നാൽ ഇക്കാര്യത്തിൽ UAEയുടെ ഔദ്യോഗിക പ്രതികരണം വന്നിട്ടില്ല. സുഡാനിൽ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കുന്നതിന്റെ ഭാഗമായാണ് UAEക്ക് നേരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് എന്ന് ദി യൂണിയൻ അസോസിയേഷൻ ഫോർ ഹ്യൂമൻ റൈറ്റ്സ് വ്യക്തമാക്കി. സുഡാനിൽ വെടിനിർത്തൽ കൊണ്ടുവരാൻ പ്രാദേശികമായും രാജ്യാന്തര തലത്തിലും UAE സ്വീകരിക്കുന്ന നടപടികളെ മറികടന്നുകൊണ്ടും ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. യുദ്ധക്കെടുതി അനുഭവിക്കുന്ന സുഡാനികൾക്കായി 1,612 കോടി ദിർഹമാണ് UAE ഇതിനോടകം തന്നെ നൽകിയത്. കടുത്ത മനുഷ്യാവകാശ പ്രശ്നങ്ങളാണ് സുഡാനിലെ ജനങ്ങൾ നേരിടുന്നത് എന്നും അസോസിയേഷൻ ഫോർ ഹ്യൂമൻ റൈറ്റ്സ് കുറ്റപ്പെടുത്തി. കനത്ത ചൂടിന് ആശ്വാസമായി ഖത്തറിലും വേനൽ മഴ. ഇന്നലെ വടക്കൻ പ്രദേശമായ അബു സിദ്രയിലാണ് നേരിയ തോതിൽ മഴ പെയ്തത് എന്നും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മഴയ്ക്ക് സാധ്യതയെന്നും പറയുന്നു. ഇന്ന് ഇടിയോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. അതേസമയം പകൽ താപനിലയിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാകില്ല. മിക്കയിടങ്ങളിലും പൊടിക്കാറ്റിന് സാധ്യതയുള്ളതിനാൽ ദൂരക്കാഴ്ച കുറയും. കഴിഞ്ഞ ദിവസം അബു സംറ, മുക്കായിൻസ്, കരാന എന്നിവിടങ്ങളിലാണ് ഏറ്റവും കൂടുതൽ താപനില രേഖപ്പെടുത്തിയത്, 47 ഡിഗ്രി സെൽഷ്യസ്. ഏറ്റവും കുറവ് ദുഖാനിലും 32 ഡിഗ്രി സെൽഷ്യസ്. UAE, സൗദി അറേബ്യ എന്നിവിടങ്ങളിലും സമീപ ദിവസങ്ങളിൽ വേനൽ മഴ പെയ്തിരുന്നു. പ്രവാസികളുടെ സ്വർഗം എന്നാണല്ലോ ഗൾഫ് രാജ്യങ്ങളെ വിശേഷിപ്പിക്കാറുള്ളത്. കേരളത്തിൽ നിന്നുൾപ്പെടെ ലക്ഷക്കണക്കിന് ആളുകളാണ് ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്ത് ജീവിതത്തിൽ മെച്ചപ്പെട്ട നിലയിലേക്ക് എത്തുന്നത്. നിരവധി ഗൾഫ് രാജ്യങ്ങൾ ഉള്ളതിൽ പക്ഷേ പ്രവാസികൾക്ക് ഏറ്റവും കൂടുതൽ പ്രിയം UAE തന്നെയാണ്. അതിന് പ്രധാന കാരണം മെച്ചപ്പെട്ട തൊഴിൽ സാധ്യത തന്നെ. താമസിക്കുന്നതിനും ജോലി ചെയ്യുന്നതിനുമുള്ള ലോകത്തിലെ ഏറ്റവും മികച്ച രാജ്യമെന്ന പദവിക്ക് പുറമെ തൊഴിൽ വിപണിയും ഇപ്പോൾ മുന്നിൽ എത്തിയിരിക്കുകയാണ് UAE. IMD വേൾഡ് കോമ്പറ്റീറ്റീവ് സെന്റർ പ്രസിദ്ധീകരിച്ച വേൾഡ് കോമ്പറ്റീറ്റീവ്സ് ദ ഇയർ ബുക്കിന്റെ 2025 പതിപ്പിലാണ് 10 പ്രധാന തൊഴിൽ വിപണി സൂചികയിൽ UAE 1ാം സ്ഥാനം നേടിയത്. വികസനത്തിനും ഈ മത്സരക്ഷമതയ്ക്കുമുള്ള ആഗോള മാതൃക എന്ന നിലയിൽ രാജ്യത്തിന്റെ പ്രശസ്തി വർദ്ധിപ്പിക്കുന്നതാണ് ഈ പുതിയ നേട്ടം. വികസിത സമ്പദ് വ്യവസ്ഥകളിൽ നിന്നുള്ള മത്സരത്തെ നേരിട്ടാണ് UAE ഈ മേഖലകളിൽ തങ്ങളുടെ സ്ഥാനം ഒന്നാമതാക്കി നിലനിർത്തിയത്. തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അനുകൂല സാഹചര്യങ്ങളുടെ ലഭ്യതയാണ് UAE മേഖലയിലെ മറ്റ് പല രാജ്യങ്ങളെ അപേക്ഷിച്ച് പ്രിയപ്പെട്ടതാകാൻ കാരണം. രാജ്യത്തെ തൊഴിൽ നിയമങ്ങൾ അത് കൃത്യമായി നടപ്പിലാക്കാനുള്ള ഭരണാധികാരികളുടെ മികവും UAEയുടെ ഈ നേട്ടത്തിന് പിന്നിലുണ്ട്. നാമമാത്രമായ തൊഴിൽ തർക്കങ്ങളാണ് രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യുന്നത്. പിരിച്ചുവിടലിന് കുറഞ്ഞ ചെലവ്, തൊഴിലിലെ വളർച്ച, അന്താരാഷ്ട്ര പ്രവൃത്തി പരിചയം,
തൊഴിൽ വിപണിയിലുള്ള മത്സരക്ഷമത, അതുപോലെ തന്നെ ജോലി സമയം, തൊഴിൽ നിരക്ക്, എംപ്ലോയ്മെന്റ് റേറ്റ് എന്നിവയെല്ലാം തൊഴിൽ വിപണി സൂചികയിൽ UAE ഒന്നാം സ്ഥാനത്ത് എത്താൻ സഹായിച്ചു. സമീപകാലങ്ങളിൽ ഒട്ടേറെ തൊഴിൽ പരിഷ്കരണങ്ങളാണ് UAE നടപ്പിലാക്കിയത്. ഇതെല്ലാം നേട്ടങ്ങൾക്ക് കാരണമായെന്നാണ് വിലയിരുത്തൽ. UAE മാനവ വിഭവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയം തൊഴിൽ വിപണി ആകർഷണം ശക്തിപ്പെടുത്തുന്നത് തുടരുകയാണ്. ലോകത്തിലെ നിക്ഷേപകരെ ആകർഷിക്കുന്നതിനായി ഒട്ടേറെ പദ്ധതികളും UAE നടപ്പിലാക്കുന്നുണ്ട്. യാത്രക്കാർക്ക് മുന്നറിയിപ്പുമായി എമിറേറ്റ്സ് എയർലൈൻസ് 2025 ഒക്ടോബർ 1 മുതൽ വിമാനത്തിനുള്ളിൽ പവർ ബാങ്കുകൾ ഉപയോഗിക്കുന്നത് പൂർണ്ണമായും നിരോധിക്കുമെന്ന് വിമാന കമ്പനി അറിയിച്ചു. പവർ ബാങ്ക് ഉപയോഗിച്ച് മൊബൈൽ ഫോണുകളോ മറ്റു ഉപകരണങ്ങളോ ചാർജ് ചെയ്യാനോ വിമാനത്തിലെ വൈദ്യുതി സ്രോതസ്സുകൾ ഉപയോഗിച്ച് പവർ ബാങ്ക് ചാർജ് ചെയ്യാനോ അനുവാദമുണ്ടായിരിക്കില്ല. യാത്രക്കാർക്ക് ചില നിബന്ധനകളോടെ ഒരു പവർ ബാങ്ക് കൈവശം വയ്ക്കാൻ അനുമതിയുണ്ട്. എന്നാൽ ക്യാബിനിലിരിക്കുമ്പോൾ ഇത് ഉപയോഗിക്കരുത്. പുതിയ നിബന്ധനകൾ ഇവയാണ്. എമിറേറ്റ്സ് യാത്രക്കാർക്ക് 100 വാട്ടിൽ താഴെ ശേഷിയുള്ള ഒരു പവർ ബാങ്ക് കൈവശം വയ്ക്കാം. വിമാനത്തിനുള്ളിൽ വ്യക്തിഗത ഉപകരണങ്ങൾ ചാർജ് ചെയ്യാൻ പവർ ബാങ്കുകൾ ഉപയോഗിക്കാൻ പാടില്ല. വിമാനത്തിലെ വൈദ്യുതി സ്രോതസ്സുകൾ ഉപയോഗിച്ച് പവർ ബാങ്ക് ചാർജ് ചെയ്യുന്നത് അനുവദനീയമല്ല. യാത്രയിൽ കൊണ്ടുപോകുന്ന എല്ലാ പവർ ബാങ്കുകൾക്കും അതിന്റെ ശേഷി വ്യക്തമാക്കുന്ന വിവരങ്ങൾ ഉണ്ടായിരിക്കണം. പവർ ബാങ്കുകൾ വിമാനത്തിലെ ഓവർഹെഡ് സ്റ്റോറേജ് ബിന്നിൽ വെക്കാൻ പാടില്ല. പകരം സീറ്റ് പോക്കറ്റിലോ മുന്നിലുള്ള സീറ്റിനടിയിലെ ബാഗിലോ വെക്കണം. ചെക്ക് ഇൻ ലഗേജിൽ പവർ ബാങ്കുകൾ അനുവദനീയമല്ല. നിലവിലുള്ള നിയമം എങ്ങനെയാണ്? ദുബൈയുടെ പ്രമുഖ വിമാന കമ്പനിയായ എമിറേറ്റ്സ് പവർ ബാങ്കുകൾ സംബന്ധിച്ച് സുരക്ഷാപരമായ കർശന നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. സമീപകാലത്ത് പവർ ബാങ്കുകൾ ഉപയോഗിക്കുന്ന യാത്രക്കാരുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനവ് ഉണ്ടായിട്ടുണ്ട്. ഇത് വ്യോമയാന മേഖലയിൽ ഉടനീളമുള്ള വിമാനങ്ങളിൽ ലിഥിയം ബാറ്ററി സംബന്ധമായ അപകടങ്ങളുടെ എണ്ണത്തിലും വർധനവിന് കാരണമായി. ഈ അപകട സാധ്യതകൾ കുറയ്ക്കുന്നതിനായി സമഗ്രമായ ഒരു സുരക്ഷാ അവലോകനത്തിന് ശേഷമാണ് എയർലൈൻ തീരുമാനം. പവർ ബാങ്കുകൾ പ്രധാനമായും ലിഥിയം അയൺ അല്ലെങ്കിൽ ലിഥിയം പോളിമർ ബാറ്ററികളാണ് ഉപയോഗിക്കുന്നത്. ഇവ എവിടെ വെച്ചും ഉപകരണങ്ങൾ ചാർജ് ചെയ്യാൻ രൂപകൽപ്പന ചെയ്ത പോർട്ടബിൾ ബാറ്ററി പാക്കുകളാണ്. ബാറ്ററികളിൽ ഒരു ഇലക്ട്രോലൈറ്റ് ലായനിയിൽ ലിഥിയം അയോണുകൾ അടങ്ങിയിട്ടുണ്ട്. ബാറ്ററി ചാർജ് ചെയ്യുമ്പോഴും ഡിസ്ചാർജ് ചെയ്യുമ്പോഴും ഈ അയോണുകൾ ഇലക്ട്രോലൈറ്റിലൂടെ 2 ഇലക്ട്രോഡുകൾക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കും. ബാറ്ററി അമിതമായി ചാർജ് ചെയ്യുകയോ കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്താൽ തെർമൽ റണ്ണവേ എന്ന അവസ്ഥ ഉണ്ടാകാം. ഇത് താപനില അതിവേഗം അനിയന്ത്രിതമായി വർദ്ധിപ്പിക്കും. തീപിടുത്തം, സ്ഫോടനങ്ങൾ, വിഷവാതകങ്ങൾ പുറത്തുവിടൽ തുടങ്ങിയ അപകടകരമായ സാഹചര്യങ്ങളിലേക്ക് നയിച്ചേക്കാം. ഫോണുകളിലും അത്യാധുനിക ലിഥിയം ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന മറ്റു ഉപകരണങ്ങളിലും അമിതമായി ചാർജ് ചെയ്യുന്നത് തടയാൻ സഹായിക്കുന്ന ആന്തരിക ട്രിക്കിൾ സിസ്റ്റം ഉണ്ട്. ഈ സിസ്റ്റം ബാറ്ററിയിലേക്ക് വൈദ്യുത പ്രവാഹം നൽകുന്നുണ്ട്. എന്നാൽ സാധാരണ പവർ ബാങ്കുകളിൽ ഈ സുരക്ഷാ സംവിധാനം ഇല്ലാത്തതിനാലാണ് അപകട സാധ്യത കൂടുതലാകാൻ കാരണം. എമിറേറ്റ്സ് വിമാനങ്ങളിലെ പുതിയ നിയമങ്ങൾ എല്ലാ പവർ ബാങ്കുകളിലും ബാധകമാണ്. പുതിയ നിയമങ്ങൾ പവർ ബാങ്കുകൾ വിമാനങ്ങളിലുള്ളിൽ ഉപയോഗിക്കുന്നത് തടയുന്നതിന് അവയുമായി ബന്ധപ്പെട്ട അപകട സാധ്യതകൾ ഗണ്യമായി കുറയ്ക്കും. പവർ ബാങ്കുകൾ ക്യാബിനുള്ളിൽ എളുപ്പത്തിൽ എടുക്കാൻ കഴിയുന്ന സ്ഥലങ്ങളിൽ സൂക്ഷിക്കുന്നതിനിടയിലൂടെ, അതായത് സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് തീപിടുത്തം പരമാവധി ഒഴിവാക്കാൻ കഴിയുമെന്നാണ് ജീവനക്കാരടക്കമുള്ളവർ പറയുന്നത്. പെട്ടെന്ന് തന്നെ പ്രതികരിക്കാൻ, ഇനി ഏതെങ്കിലും സാധ്യതയിൽ തീപിടുത്തം ഉണ്ടായാൽ പെട്ടെന്ന് തന്നെ പ്രതികരിക്കാനും അത് നിയന്ത്രണ വിധേയമാക്കാനും ഒക്കെ തന്നെ സാധിക്കും. സൗദിയിൽ ഹുറൂബ് തൊഴിലുടമയിൽ നിന്ന് ഒളിച്ചോടിയവരുടെ കേസിൽ ഉൾപ്പെട്ട ഗാർഹിക തൊഴിലാളികൾക്ക് പദവി ശരിയാക്കാൻ മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയം അനുവദിച്ച സമയപരിധി അവസാനിക്കാൻ 3 മാസം കൂടി. കഴിഞ്ഞ മെയ് 11-നാണ് മാനവ വിഭവശേഷി മന്ത്രാലയം ഹുറൂബായ ഗാർഹിക തൊഴിലാളികൾക്ക് അവരുടെ പദവി ശരിയാക്കാൻ 2025 നവംബർ 11 വരെ അവസരം നൽകിയത്. സമയപരിധി അവസാനിക്കുന്നതിന് മുൻപ് പദവി ശരിയാക്കാൻ മുൻകൈ എടുക്കണമെന്ന് മന്ത്രാലയം ആവശ്യപ്പെട്ടു. മുസാനിദ് പ്ലാറ്റ്ഫോമിലേക്ക് പ്രവേശിച്ച നടപടിക്രമങ്ങൾ സ്വയമേ പൂർത്തിയാക്കുന്നതിലൂടെ പുതിയ തൊഴിലുടമകൾക്ക് ഹുറൂബായ തൊഴിലാളികളുടെ പദവി ശരിയാക്കാൻ കഴിയും. അതുവഴി തൊഴിൽ അന്തരീക്ഷം മെച്ചപ്പെടുത്തുന്നതിനും എല്ലാ കക്ഷികളുടെയും അവകാശങ്ങൾ ഉറപ്പു നൽകുന്നതിനും സഹായിക്കുമെന്നും മാനവ വിഭവശേഷി മന്ത്രാലയം പറഞ്ഞു. ഈ സംരംഭത്തിലൂടെ മുമ്പ് ജോലിക്ക് ഹാജരാക്കാത്തവരായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതും ഇപ്പോഴും രാജ്യത്തിനുള്ളിൽ നിയമവിരുദ്ധമായി താമസിക്കുന്നതുമായ ഗാർഹിക തൊഴിലാളികളെ ആവശ്യമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം അവരുടെ സേവനങ്ങൾ കൈമാറുന്നതിലൂടെ തൊഴിൽ വിപണിയെ വ്യവസ്ഥാപിതമാക്കാനാണ് മാനവ വിഭവശേഷി മന്ത്രാലയം ശ്രമിക്കുന്നത്. നിയമലംഘനങ്ങൾ ഒഴിവാക്കുക, ജോലിക്ക് ഹാജരാകാത്ത ഗാർഹിക തൊഴിലാളികളുടെ നിയമപരമായ അവസ്ഥ ശരിയാക്കുക, അവകാശങ്ങൾ സംരക്ഷിക്കുക, കരാർ ബന്ധങ്ങൾ വ്യവസ്ഥാപിതമാക്കുക എന്നിവയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്നും മന്ത്രാലയം പറയുന്നു. ഇനി ഭൂചലനം എന്നൊരു വാർത്ത വരികയാണ്.
അൽ സിലയിലാണ് ഭൂചലനം സംഭവിക്കുന്നത്. റിക്ടർ സ്കെയിലിൽ 3.5 തീവ്രത രേഖപ്പെടുത്തി. വെള്ളിയാഴ്ച അർദ്ധരാത്രി 12 മണിയോടുകൂടിയാണ് ഭൂചലനം അനുഭവപ്പെട്ടത്. പലർക്കും ഭൂചലനം അനുഭവപ്പെട്ടെങ്കിലും ആളപായമോ നാശനഷ്ടങ്ങളോ ഉണ്ടായിട്ടില്ല. പലർക്കും ഭൂചലനം ഉണ്ടായെന്ന് പോലും അറിഞ്ഞിട്ടില്ല എന്നും പറയുന്നുണ്ട്. അബുദാബി സൗദി അതിർത്തി പ്രദേശമാണ് അൽ സില എന്ന് പറയുന്നത്. ഭൂമിക്കടിയിൽ 3 കിലോമീറ്റർ ആഴത്തിലാണ് പ്രഭവ കേന്ദ്രമെന്ന് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. കേരളത്തിലെ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി വഴി ഹജ്ജിന് അപേക്ഷ സമർപ്പിക്കാനുള്ള സമയപരിധി അവസാനിച്ചു. സംസ്ഥാനത്ത് നിന്ന് 1,00,000 പേർ അപേക്ഷിച്ചിട്ടുണ്ട്. നറുക്കെടുപ്പ് പൂർത്തിയാക്കി അടുത്ത ആഴ്ച അവസാന ലിസ്റ്റ് പുറത്തിറക്കും. ഹജ്ജ് കമ്മിറ്റി വഴിയുള്ള അപേക്ഷിക്കേണ്ട സമയം ഇന്നലെ രാത്രിയാണ് അവസാനിച്ചത്. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി വഴി 25,437 പേർ അപേക്ഷിച്ചു. അപേക്ഷകരിൽ 4,956 പേർ 65 വയസ്സിന് മുകളിലുള്ള വിഭാഗത്തിലും 3,379 പേർ വിതൌട്ട് മഹ്റം വിഭാഗത്തിലുമാണ് അപേക്ഷിച്ചിട്ടുള്ളത്. 892 പേർ കഴിഞ്ഞ വർഷത്തെ ഹജ്ജിന് അപേക്ഷകരിൽ കാത്തിരിപ്പ് പട്ടികയിലുള്ളവരാണ്. ഈ 3 വിഭാഗങ്ങൾക്കും നറുക്കെടുപ്പിൽ മുൻഗണന ലഭിക്കും. 16,210 പേരാണ് ജനറൽ വിഭാഗത്തിൽ അപേക്ഷിച്ചിട്ടുള്ളത്. നറുക്കെടുപ്പ് പൂർത്തിയാക്കിയ ശേഷമാണ് ഹജ്ജിന് അവസരം ലഭിക്കുന്നത് എന്നും അവരുടെ പട്ടിക പുറത്തുവരുന്നതുമെന്നാണ് വ്യക്തമാകുന്നത്. അടുത്ത ആഴ്ചയോടെ നറുക്കെടുപ്പ് പൂർത്തിയാകും. 17,000-ഓളം പേർക്ക് ഇത്തവണ കേരളത്തിൽ നിന്ന് ഹജ്ജിന് അവസരം ലഭിക്കുമെന്നാണ് നമുക്ക് സാധ്യത വരുന്നത്. ഇനി സിവിൽ ID അഡ്രസ്സുകൾ റദ്ദാക്കൽ ശക്തമാക്കുകയാണ് കുവൈത്ത് എന്ന വാർത്ത വരികയാണ്. പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഇൻഫോർമേഷൻ ആണ് ഇക്കാര്യം പുറത്തുവരുന്നത്. കെട്ടിടങ്ങൾ പൊളിച്ചതിനെ തുടർന്നും താമസക്കാർ വീട് മാറിയതുമായി ഉടമകൾ നൽകിയ വിവരങ്ങൾ അനുസരിച്ചുമാണ് നടപടി സ്വീകരിക്കുന്നത്. ഇതുവരെയായി ആയിരക്കണക്കിന് ആളുകളുടെ മേൽവിലാസങ്ങളാണ് റദ്ദാക്കിയത്. വാടക കരാറുകളിൽ കാലാവധി കഴിഞ്ഞതിനെ തുടർന്ന് കെട്ടിടങ്ങൾ പൊളിച്ചതിനെ തുടർന്നും ഉടമകൾ നൽകിയ വിവരങ്ങളും അടിസ്ഥാനമാക്കിയാണ് ഈ നടപടി സ്വീകരിക്കുന്നത്. ഇത്തരത്തിൽ രേഖകൾ നീക്കം ചെയ്യപ്പെട്ടവർ 30 ദിവസത്തിനകം പാസി ഓഫീസ് സന്ദർശിച്ച് പുതിയ വിലാസങ്ങൾ രജിസ്റ്റർ ചെയ്യണമെന്നാണ് നിയമം. കൃത്യമായ രേഖകൾ ഉള്ളവർക്ക് സഹൽ ആപ്പ് വഴി വിലാസം അപ്ഡേറ്റ് ചെയ്യാനുള്ള സൗകര്യവുമുണ്ട്. എന്നാൽ ബാച്ചുലറായി താമസിക്കുന്ന സാധാരണ പ്രവാസികൾക്ക് വിലാസം അപ്ഡേറ്റ് ചെയ്യുന്നത് ഏറെ ബുദ്ധിമുട്ടാണ്. കുറഞ്ഞ ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന ഭൂരിഭാഗം പ്രവാസികൾക്കും സ്വന്തം പേരിൽ ഫ്ളാറ്റ് വാടകയ്ക്ക് എടുക്കാൻ സാധിക്കാത്തവരാണ്. ഇതിനിടെ ഈ പ്രതിസന്ധി ചൂഷണം ചെയ്ത് തട്ടിപ്പ് സംഘങ്ങൾ നിരവധി പേരെ പറ്റിച്ചതായും വാർത്തകളുണ്ട്. ഫ്ളാറ്റ് കെയർടേക്കർമാരിൽ നേതൃത്വം നൽകുന്ന ഇത്തരം തട്ടിപ്പ് സംഘം അഡ്രസ്സ് ശരിയാക്കാമെന്ന് വാഗ്ദാനം നൽകി ആവശ്യക്കാരിൽ നിന്നും 70 മുതൽ 150 ദിനാർ വരെയാണ് ഈടാക്കുന്നത്. എന്നാൽ വാടക കരാർ മറ്റു പേരിൽ മാറ്റുന്ന സാഹചര്യത്തിൽ പഴയ വാടക കരാറിൽ രജിസ്റ്റർ ചെയ്തവരുടെ വിലാസം പാസി സിസ്റ്റത്തിൽ നിന്ന് നഷ്ടമാവുകയും ചെയ്യുന്നു. ഇത്തരം തട്ടിപ്പുകളിൽ നിന്ന് ജാഗ്രത പാലിക്കാൻ പൊതുജനങ്ങൾക്ക് അധികൃതർ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. മാസങ്ങൾക്ക് മുൻപ് വിലാസങ്ങൾ ശരിയാക്കുന്നതിനായി വ്യാജരേഖകൾ തയ്യാറാക്കിയ സർക്കാർ ജീവനക്കാർ അടക്കമുള്ളവരെ ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ഫിനാൻഷ്യൽ ക്രൈംസ് വിഭാഗത്തിൽ പിടികൂടുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ പോകരുത്, ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ പ്രവാസികൾക്ക് ഇഷ്ടപ്പെട്ട UAE അതൊരു കൃത്യമായ സൂചികയിൽ കയറിയിരിക്കുന്നു. പ്രവാസികളുടെ കഴിവ് കൂടി ആണ് ആ UAE ഇത്തരത്തിൽ ലോക നിലവാരത്തിൽ എത്താനുള്ള സാധിച്ചത് എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. എന്തായാലും നമുക്ക് അടുത്ത ദിവസം മറ്റു വാർത്തകളുമായി കാണാം. അതുവരേക്കും നമസ്കാരം.